സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ചിരുന്നില്ല. അവർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അറിയിപ്പ് വരെ കാണാൻ സാധിച്ചത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ പലർക്കും ഇപ്പോൾ ആനുകൂല്യം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1600 രൂപ ലഭിക്കുന്ന അല്ലെങ്കിൽ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് നമ്മളുടെ തൽസ്ഥിതി അറിയുന്നതിന് വേണ്ടി സാധിക്കും. ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് പലരും ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ, വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടില്ല എന്ന കാരണത്താൽ പെൻഷനൊക്കെ തടഞ്ഞിരിക്കുന്നു എന്ന അറിയിപ്പ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ സംസ്ഥാനത്ത് ഇങ്ങനെ പെൻഷനൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ രേഖകൾ സമർപ്പിച്ചാലും മുടങ്ങിയ മാസങ്ങളിലെ സഹായം എത്തിച്ചേരുകയില്ല. അതുമാത്രമല്ല, പിന്നീട് എന്നാണോ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചത് അതിനുശേഷം വരുന്ന ആ മാസത്തെ പെൻഷൻ വിഹിതം തൊട്ടായിരിക്കും അവർക്ക് പിന്നീട് ലഭിച്ചു തുടങ്ങുക. അങ്ങനെ വരുമ്പോൾ വലിയൊരു നഷ്ടം ഈ പെൻഷൻ ഗുണഭോക്താവിന് ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോൾ ലഭിക്കുന്ന ഓരോ അപേക്ഷയിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നമ്മളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ, വാർക്ക വീടാണെങ്കിൽ, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മക്കളുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം പരിഗണിക്കുന്നു. വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്രോതസ്സുകളും, വരുമാന സ്രോതസ്സുകളും, കുടുംബത്തിൻ്റെ എല്ലാ വരുമാന സ്രോതസ്സുകളും പരിഗണിച്ച് പെൻഷൻ നൽകുന്നത് ഉചിതമാണോ, ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് ഉചിതമാണോ എന്ന് പരിശോധിക്കുന്നു. റേഷൻ കാർഡ് ഉൾപ്പെടെ പരിശോധനാ വിധേയമാക്കുന്നു. APL, BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ മുൻപ് എല്ലാവർക്കും ഇതിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ റേഷൻ കാർഡ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി കർശന നടപടികളിലൂടെ മാത്രമാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 55 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിലുണ്ട്. ഇത്രയും പേർക്ക് 1600 രൂപ വീതമൊക്കെ മാസം തോറും വിതരണം ചെയ്യണമെങ്കിൽ വലിയൊരു തുക തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അർഹതയുള്ളവർക്ക് മാത്രമായിട്ട് ആനുകൂല്യം കൃത്യമായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ പട്ടികയിൽ അംഗത്വമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരിശോധനകൾ ഒരുപക്ഷെ ഇവർക്ക് ഭാഗികമായിട്ടാണ് ഉണ്ടാവുന്നത്. എന്നാൽ പുതുതായിട്ട് 60 വയസ്സ് കഴിഞ്ഞ് ഈ പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നവരെ കർശന പരിശോധനകളിലൂടെ മാത്രമാണ് ഇതിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അത് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കണം. ആനുകൂല്യം നവംബർ 6-ാം തീയതി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ അത് ലഭിക്കാതെ പോയവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനു വേണ്ട സംവിധാനങ്ങളുണ്ട്. അത് തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അത് തുടർച്ചയായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കാരണം 1600 രൂപയും നമുക്ക് വേണ്ടി അനുവദിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതങ്ങൾ ചേർത്ത് 1600 നമുക്ക് അനുവദിക്കുന്നതാണ്. പക്ഷേ അതിൽ കേന്ദ്ര വിഹിതമൊക്കെ ലഭിക്കാതെ വരുമ്പോഴേക്കും അത് വലിയ നഷ്ടമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.